ഒരു ധ്യാനമെല്ലാം കഴിഞ്ഞ് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വളരെ സന്തോഷത്തോടെ എത്തി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ധ്യാനമൊക്കെ നന്നായിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു, എനിക്ക് ശ്രദ്ധിക്കാനും ധ്യാനിക്കാനും ഒക്കെ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛാ, ഞാൻ കുമ്പസാരിച്ചിട്ട് ഏകദേശം 19.5 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ്, ആദ്യമായാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ കുമ്പസാരിക്കുന്നത്. പറഞ്ഞു വെച്ച കാര്യം ഇങ്ങനെയാണ്. 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയെക്കുറിച്ച് പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കി അങ്ങനെ കുമ്പസാരിച്ചു. വിവാഹത്തിന് ഒരുങ്ങുന്ന ആ നാളുകളിൽ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതും ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. വ്യക്തിപരമായി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ, ആ കുമ്പസാരിക്കാനുള്ള ഒരു തോന്നൽ എനിക്കില്ല. പല കാരണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ഈ ധ്യാനത്തിൽ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി. ഏകദേശം 30-40 മിനിറ്റ് സമയമെടുത്ത നല്ലൊരു കുമ്പസാരമാണ് ഞാൻ നടത്തിയത്. അച്ഛൻ്റെ അടുക്കൽ വന്നാണ് ഞാൻ കുമ്പസാരിച്ചത്. അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഒത്തിരി പേര് അടുക്കൽ വന്ന് കുമ്പസാരിക്കാറുണ്ട്. സമയമെടുത്ത് കുമ്പസാരിക്കുന്നവരുണ്ട്, കുറച്ച് സമയം കൊണ്ട് കുമ്പസാരിച്ചു പോകുന്നവരുണ്ട്. കുമ്പസാരക്കൂട്ടിൽ വെച്ച് അതെല്ലാം മറന്ന് തിരിച്ചു പോകുന്ന ഒരു പതിവാണ് ഉള്ളത്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം ജീവിതത്തിൽ വലിയൊരു സന്തോഷം അനുഭവിക്കുവാനായിട്ട്, ഒരു വിടുതൽ ലഭിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞു. കുമ്പസാരത്തിന് ശേഷം വീട്ടിലേക്ക് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. ജീവിത പങ്കാളിയുണ്ട്, 2 മക്കളുണ്ട്. വലിയ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു, അച്ചോ, കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പം എനിക്കറിയില്ല, എനിക്ക് ഇത്രയും നാളും കിട്ടാത്ത ബഹുമാനവും സ്നേഹവും ഒക്കെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ അടുക്കൽ നിന്ന് എനിക്ക് ലഭിച്ചു. സമ്പത്തൊക്കെ ധാരാളമുണ്ട്, അതിലൊന്നും സന്തോഷമൊന്നും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ സന്തോഷമാണ്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പം അവിടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് വലിയ സ്നേഹത്തോടെ സമാധാനത്തോടെ ഇടപെടുവാനായിട്ട് സാധിക്കുന്നു. എന്നിൽ എന്തൊക്കെയോ വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വലിയ സന്തോഷത്തോടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മാറ്റം വരുമ്പോൾ, അനുദപിച്ച് കണ്ണുനീരോടെ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുന്നു. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും നാള് എന്തുകൊണ്ട് കുമ്പസാരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി അദ്ദേഹം ചോദിച്ച ഒരു കാര്യം ഇതാണ്: നേരിട്ട് എൻ്റെ പാപങ്ങൾ ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോരെ, ഒരു വൈദികന്റെ അടുക്കൽ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമതായി ചോദിച്ച ചോദ്യം ഇതാണ്: ഈശോയ്ക്ക് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അച്ഛാ, പുരോഹിതനും അവനും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇല്ലേ? അവൻ്റെ അടുക്കൽ പോയി ആ പുരോഹിതൻ്റെ
കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള ആ വ്യക്തിയുടെ അടുക്കൽ പോയി ഞാൻ എന്തിനാണ് കുമ്പസാരിക്കേണ്ടത്? പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്നേഹമുള്ളവരെ, ഞാൻ ആഗ്രഹിക്കുക ഇദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾ, ആദ്യത്തെ 3 ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ നമ്മളും ചോദിക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിയായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലവത്താവുകയുള്ളൂ. അവിടെ നമുക്ക് സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും ഒക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നേരിട്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോരെ എൻ്റെ പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയണമോ എന്നുള്ളത്? സ്നേഹമുള്ളവരെ, നമുക്കറിയാം മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ ഒരു വചനം അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം, ഈശോ ഉത്ഥിതനായതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ഈശോ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനമാണ് ഇത്. സ്നേഹമുള്ളവരെ, ഈ 2 വചനങ്ങളും ഒരു പുരോഹിതന്റെ അടുക്കൽ, ഒരു മീഡിയേറ്റർ, പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനാണ്. ദൈവത്തിനും ജനത്തിനും ഇടയിലുള്ള ജനത്തിൻ്റെ വേദനകളൊക്കെ ദൈവത്തിങ്കിലേക്ക് അറിയിക്കുന്ന ഒരു മധ്യസ്ഥനാണ് പുരോഹിതൻ. അപ്പോൾ ഈ 2 വചനങ്ങളും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മധ്യസ്ഥൻ, ഒരു മീഡിയേറ്റർ ആവശ്യമാണ് എന്നതിനെക്കുറിച്ച്.